മുംബൈയിലെ മുഴുവൻ ബാങ്ക് നെറ്റ്വർക്കുകളും ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു. ഹാൻഡ്സ് അപ്പ്. മുഴുവൻ പണവും സ്വർണവും ഈ ബാഗിലേക്കിട്. വെനം വെബിന്റെ സ്പൈഡേഴ്സ് സിറ്റി കൊള്ളയടിക്കുവാൻ തുടങ്ങി. വെനം സ്പൈഡേഴ്സ് ഫേക്ക് ന്യൂസും പുറത്തിറക്കിയിരുന്നു. പല സ്ഥലങ്ങളിലും ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായെന്ന്. അത് സോഷ്യൽ മീഡിയ വഴി വൈറലാക്കുകയും ചെയ്തു. മുംബൈ നഗരം ഭീതിയിലാണ്. മുംബൈക്ക് മെഹുലിന്റെ സഹായം ആവശ്യമായിരുന്നു. മെഹുൽ, വെനം വെബിന്റെ അടുത്ത ടാർഗറ്റ് മുംബൈയാണ്. മുംബൈയിലെ പല സ്ഥലത്തും അറ്റാക്ക് നടക്കുന്നുണ്ട്. മുംബൈ നിവാസികൾ പാനിക്കായിരിക്കുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. താങ്ക് യു ചെയ്യാം. ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടാം. ശ്രദ്ധിക്കണം മെഹുൽ, മുംബൈ ഈസി ആയിരിക്കില്ല. നിങ്ങൾ നൽകിയ ട്രെയിനിങ് ഞാൻ ഒരിക്കലും മറക്കില്ല നിക്കോസി മാം. നിക്കോസി മാം, ഞാൻ നിങ്ങളെ മിസ് ചെയ്യും. നമുക്ക് വീണ്ടും കാണണം. വരൂ ടീം, മുംബൈ നമുക്കായി കാത്തിരിക്കുകയാണ്. ഇത് നോക്കൂ, എല്ലാ ഡിറ്റക്ഷന്റെയും ടൈമിംഗ് ഓൾമോസ്റ്റ് ഐഡന്റിക്കലാണ്. ഇതെല്ലാം വാല്യൂ ട്രാൻസാക്ഷൻസ് ആണ്. അങ്ങനെയുള്ളപ്പോൾ 1 രൂപയും 10 രൂപയും ഒക്കെ എന്തിനാണ് മോഷ്ടിക്കുന്നത്? അപ്പോഴവർ റാൻഡം ഫൈനാൻഷ്യൽ പാനിക് ഉണ്ടാക്കുകയാണല്ലേ? ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ചില കാര്യങ്ങൾ ഞാനും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജുവലറി സ്റ്റോറിൽ നിന്നും അവർ വളരെ കുറച്ച് വാല്യുബിൾ ഐറ്റംസ് ആണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഇത്തവണ ഞാനൊന്നും പറയുന്നില്ല. ഇതൊരു സെറ്റപ്പ് ആയിരുന്നു. ശരിയായ ആക്ഷൻ മറ്റെവിടെയോ ആണ് നടക്കുന്നത്. ഈ ഫേക്ക് ന്യൂസിന്റെ സോഴ്സ് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഒറിജിനിൽ നിന്നാണ് സ്പ്രെഡ് ആയിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് എന്തെന്നാൽ ഈ ന്യൂസ് സ്പ്രെഡ് ആയപ്പോൾ സിറ്റിയുടെ മറ്റേ എൻഡിൽ മേജർ ക്രൈം റിപ്പോർട്ട് ചെയ്തു. ഇത് നോക്കൂ, ഞാൻ ചില പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ലോജിക്കൽ ആർമി, ഈ പിക്ചേഴ്സ് ഫേക്ക് ആണെന്ന് ഇത് കണ്ടിട്ട് എങ്ങനെ മനസ്സിലാക്കാം? ചിന്തിക്കൂ. ഈ പിക്ചറിലെ മരം ശ്രദ്ധിക്കൂ. ആപ്പിളും മാങ്ങയും ഒരേ മരത്തിൽ. അതെങ്ങനെ പോസിബിൾ ആകും? ഇതൊരു ഫേക്ക് പിക്ചറാണ്. അതായത് നമ്മളെ ബിസിയാക്കുവാനായി അവർ കളിച്ചതാണ്. അപ്പോൾ ശരിക്കും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? വെനം വെബ് ഒരു ഡൈവേർഷൻ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്താതെ ഇരിക്കുവാനായി. നമുക്കിനി അവരുടെ അടുത്ത പോസിബിൾ ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യണം. ആദ്യം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക അവരുടെ അടുത്ത ടാർഗറ്റ് എന്തായിരിക്കുമെന്ന്. ലിയാനയും നിന്നെ സഹായിക്കും. ലിയാനയുടെ സഹായമോ? ആദി എവിടെയാണ്? യെസ് സർ, ഇൻ ആക്ഷൻ. വേഗമാകട്ടെ. മുഴുവൻ എക്സ്പ്ലോസീവും തിരികെ മോഷ്ടിക്കണം. എവിടെ നിന്നാണ് ഈ ശബ്ദം? വരാൻ പാടില്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ ശബ്ദം? ആരോ അറ്റാക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഡ്രഗ്സ് അവിടെ ഇല്ലേ? അവ നോക്കിക്കോളും. ഓടിക്കോ, ഇവൻ രാക്ഷസനാണ്. ഇത്രയും വേഗം രക്ഷപ്പെട്ടോ? ലിയാന സാന്റോസ് ഇന്റലിജന്റും സുന്ദരിയുമായ ഒരു ഹാക്കറാണ്. അവർ ഫിലിപ്പൈൻസിൽ നിന്നാണ്. തന്റെ എക്സെപ്ഷണൽ സ്കില്ല് കൊണ്ട് അവർ കോംപ്ലക്ഷൻസ് വളരെ അനായാസമായി ക്രാക്ക് ചെയ്യാറുണ്ട്. ലിയാന, ഞാൻ മാർക്കോയുടെ സിഗ്നൽസ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ ആക്റ്റീവാണ്. ഗ്രേറ്റ് ക്യാച്ച് ആദി. നിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഡിറ്റക്റ്റീവ് ആകുന്നതിന്റെ ഇരട്ടി സന്തോഷം കിട്ടുന്നുണ്ട്. ഈ ഡാറ്റ എൻക്രിപ്റ്റഡ് ആണ് ലിയാന. ഇതൊന്ന് ഡിക്രിപ്റ്റ് ചെയ്യാമോ? യാ, ലെറ്റ് മീ ട്രൈ. ലോജിക്കൽ ആർമി, ഇതൊരു ഡിറ്റക്റ്റീവ് മെസ്സേജ് ആണ്. നിങ്ങൾക്ക് പറയാമോ ഈ മെസ്സേജ് എന്താണെന്ന്? താജ് ഹോട്ടൽ എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി പറയൂ, ഈ ചിത്രം എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ ചിത്രം എലിഫന്റ കേവിന്റേതാണ്. എലിഫന്റ കേവ് മുംബൈയുടെ അടുത്തുള്ള ഒരു ദ്വീപിലാണുള്ളത്. പ്രാചീന ഗുഹാക്ഷേത്രങ്ങളുടെ പേരിൽ പ്രസിദ്ധമായ സ്ഥലമാണത്. ശിവഭഗവാന് സമർപ്പിതമാണ് ഈ ക്ഷേത്രം. 5 മുതൽ 7 വരെ സെഞ്ചുറികളിൽ നിർമ്മിച്ച ഈ ഗുഹാക്ഷേത്രം അവിടുത്തെ വ്യത്യസ്തമായ ശില്പങ്ങളും മനോഹാരിതയും കൊണ്ട് പ്രസിദ്ധമാണ്. പ്രാചീന ഭാരതീയ ശില്പകലയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ഗുഹാക്ഷേത്രം. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണിത്.
ഈ മെസ്സേജ് താജ് ഹോട്ടലിനെയും എലിഫന്റ് കേവിനെയും കുറിച്ചാണ്. കൂടാതെ മൂന്നാമതൊരു മെസ്സേജുമുണ്ട്. അത് ഓൾഡ് മ്യൂസിയത്തിന്റേതാണ്. നീ യഥാർത്ഥ ജീനിയസ് തന്നെ ലിയാന. ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോഫി. ആദ്യം മിഷൻ, പിന്നെ കോഫി. ഇന്ന് രാത്രി മുംബൈ നഗരം നമ്മുടെ ശക്തി അറിയും. ഡിറ്റക്റ്റീവ്സ് ഇപ്പോൾ നമ്മൾ കൊടുത്ത കുരുക്കഴിക്കുകയാണ്. എല്ലാ ടീമും തയ്യാറാണ്. നമ്മൾ 3 സ്ഥലങ്ങളിൽ ഒന്നിച്ച് സ്ട്രൈക്ക് ചെയ്യും. ആദ്യത്തെ ഗ്രൂപ്പ് മ്യൂസിയത്തിൽ 5000 വർഷം പഴക്കമുള്ള ഹനുമാൻ വിഗ്രഹത്തിനായി. രണ്ടാമത്തെ ഗ്രൂപ്പ് എലിഫന്റ് കേവ്സിൽ. മൂന്നാമത്തെ ഗ്രൂപ്പ് താജ് ഹോട്ടലിൽ. ഈ 3 സാധനങ്ങളും ഇന്ന് രാത്രി നമ്മുടേതാകും. ഇന്ന് രാത്രി നമ്മുടെ വിജയം ഉറപ്പാണ്. എല്ലാ ടീമും നമ്മുടെ മിഷൻ വിജയകരമായി പൂർത്തിയാക്കണം. ആരം, നീ എലിഫന്റ് കേവ്സ് നോക്കണം. നിനക്ക് അവിടുത്തെ രഹസ്യ വഴി അറിയാമോ? ഇത് വെറും മോഷണമല്ല, മുംബൈ നമ്മൾ പിടിച്ചടക്കുകയാണ്. അവരുടെ വിചാരം നമ്മളിപ്പോഴും അവരുടെ ട്രിക്കിൽ പെട്ടിരിക്കുകയാണെന്നാണ്. നമുക്ക് ഈ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പ്ലാൻ സൈലന്റ്ലി തകർക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും പാനിക് മോഡിലാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ ഓരോ മൂവും നിരീക്ഷിക്കുകയാണ്. ഇന്നത്തെ രാത്രി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നീക്കവും ശ്രദ്ധിച്ചു വേണം. നമ്മൾ വെനം വെബിനെ തടയുക മാത്രമല്ല, മുംബൈയെ പ്രൊട്ടക്ട് ചെയ്യുകയുമാണ്. സോണിയ, നീ മ്യൂസിയത്തിലേക്ക് ചെല്ല്. ആദ്യം സോണിയോടൊപ്പം പോകൂ. ചിയാൻ, നീ ഹോട്ടൽ താജിലേക്ക് ചെല്ല്. ടീം നിന്നോടൊപ്പം ജോയിൻ ചെയ്യും. ഞാനും ആലിയയും എലിഫന്റ് കേവ്സിലേക്ക് പോവുകയാണ്. എല്ലാവരും കണക്റ്റഡ് ആയിരിക്കണം. കൂടാതെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യണം. ഓൾ ദ ബെസ്റ്റ് ടീം. ലെറ്റ്സ് ഗോ. ഇതാണ് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം. 5000 വർഷം പഴക്കമുള്ളത്. ഇന്ന് രാത്രി എന്ത് വില കൊടുത്തും നമുക്കിതിനെ സംരക്ഷിക്കണം. ഡോണ്ട് വറി സോണിയ, എല്ലായിടവും കവർ ചെയ്തിട്ടുണ്ട്. ക്യാമറ ഫീഡ്സ് എന്റെ ലാപ്ടോപ്പിൽ ലൈവാണ്. Target straight ahead. Make you distract the guards. Now, സോണിയ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മ്യൂസിയം ക്ലോസ് ചെയ്യാറായി. Oh, we will just admiring the beautiful piece. Back off. We are tourists. Tourists usually don't carry guns. ഗുഡ് വർക്ക് ആദി. ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം സേഫ് ആണ്. നെക്സ്റ്റ് ടൈം മ്യൂസിയം ടൂറിനായി വരണം. നോട്ട് ഫോർ എ ഹേസ്റ്റ്. മെഹുൽ സർ, മ്യൂസിയം ഇപ്പോൾ സേഫ് ആണ്. ഗുഡ് വർക്ക് സോണിയ ആൻഡ് ആദി. ഈ പെയിന്റിംഗ് രാജാ രവിവർമ്മയുടേതാണ്. മുംബൈയുടെ ചരിത്രത്തിലെ ഒരു അമൂല്യമായ ഏട്. എന്ത് വില കൊടുത്തും ഇത് സംരക്ഷിക്കണം. All cameras are tapped into and all exits are monitored. They won't slip past us. Diversion in 3, 2, 1, now. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ താമസിച്ചാണ് വന്നത്. ഞങ്ങൾ നേരത്തെ. നിങ്ങൾ ലേറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പാർട്ടി തുടക്കം മുതൽ എൻജോയ് ചെയ്യുകയാണ്. നീ ഇവന്റെ കാര്യം നോക്കിക്കോളൂ ചിയാങ്. ഞാൻ രണ്ടാമനെ പിടിക്കാം. ഹോട്ടൽ താജിൽ മാൾ ഗോട്ട്. സെക്കൻഡ് മിഷൻ കംപ്ലീറ്റഡ്. വെൽ ഡൺ ടീം. ഈ വഴി നമ്മളെ നേരെ വിഗ്രഹത്തിനടുത്തെത്തിക്കും. ഇവിടെ സെക്യൂരിറ്റി ക്യാമറകളില്ല. പതുങ്ങി അകത്തേക്ക് കടക്കണം. എന്നിട്ട് വിഗ്രഹം കൈക്കലാക്കണം. ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. വെനം വെബ് വലിയ പ്ലാൻ നടത്തിയാൽ സന്ദർശകർ അപകടത്തിലാകും. സർ, അവരെന്താ ഇതുവരെ എത്താത്തത്? ആദ്യം CCTV ചെക്ക് ചെയ്യാം. ഏതെങ്കിലും CCTVയിൽ അവരുടെ ലൊക്കേഷൻ കാണുന്നുണ്ടോ? ഇല്ല മെഹുൽ സർ. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതെങ്ങനെ പോസിബിൾ ആകും? സർ, ഇവിടെ ചില അണ്ടർഗ്രൗണ്ട് വഴികളുണ്ട്. പക്ഷെ അവ ക്ലോസ്ഡ് ആയിരിക്കും. ഓ നോ, അവർ അതുവഴി തന്നെയാണ് വരുന്നത്. മെഹുലും ആലിയയും പെട്ടെന്ന് തന്നെ ഗാർഡുകളുടെ കൂടെ അണ്ടർഗ്രൗണ്ടിലെ 2 വഴികളിലൂടെ പോകുന്നു. ആലിയ, എനി അപ്ഡേറ്റ്സ്? ആലിയ, ആലിയ. ഓ നോ, അണ്ടർഗ്രൗണ്ടിലായതിനാൽ കണക്ഷൻ ബ്രേക്ക് ആയിരിക്കുന്നു. ആലിയ സേഫ് ആയിരിക്കുമോ?
ഈ ഗാർഡ് എവിടെ പോയി? ആരുമില്ലെങ്കിൽ എന്താ, നിന്നെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കും. ആലിയ, നീ പലപ്പോഴും എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് നീ ഞാൻ ആരെന്നറിയും. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമല്ലോ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന്. വെൽ ഡൺ ആലിയ. ആരം, നീ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവൻ വീണ്ടും രക്ഷപ്പെട്ടു. ഇത്തവണ നമ്മൾ അവനെ തടഞ്ഞു. ഇവരുടെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും അതറിയുവാനായി ഡിറ്റക്റ്റീവ് ആർമി ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.